നമസ്കാരം. പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേരിക്ക ആദ്യം എന്ന് പറഞ്ഞ് ലോകത്തെ വെല്ലുവിളിച്ച ഡൊണാൾഡ് ട്രംപ് പകരച്ചുങ്കം ആയുധമാക്കി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപ്. പക്ഷേ ഇപ്പോൾ ചോദ്യം, ആയുധം തിരിച്ചടിക്കുകയാണോ അതോ ആയുധം തന്നെ ട്രംപിനെ തകർക്കുകയാണോ? പകരച്ചുങ്കം നിയമവിരുദ്ധമായി അമേരിക്കൻ പരമോന്നത കോടതി പ്രഖ്യാപിച്ചത് ട്രംപിനേറ്റ കനത്ത തിരിച്ചടി. ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പഴയ ചുങ്കമേ ഈടാക്കാനാകൂ. ഇത് മറികടക്കാനും ട്രംപ് കുറുക്കുവഴി തേടുന്നു. ഇപ്പോൾ ചോദ്യം, വ്യാപാര കരാറിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ശക്തമാകുമോ അതോ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതുപോലെ ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങുമോ? പകരച്ചുങ്കത്തിൽ ട്രംപ് ആയുധമില്ലാതെ നിൽക്കുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഇന്ത്യക്കിത് സുവർണാവസരം. ലോകരാജ്യങ്ങളെ വെല്ലുവിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ഇറക്കുമതി ചുങ്കം, വൻ ഇറക്കുമതി ചുങ്കം, അത് നിയമവിരുദ്ധമാണെന്ന് അമേരിക്കൻ പരമോന്നത കോടതി വിധിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഈ വിധി ഏത് രീതിയിൽ ട്രംപിന് മറികടക്കാൻ കഴിയും? പകരച്ചുങ്കം പറ്റില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതോടുകൂടി ട്രംപ് മറ്റു വഴികൾ തേടുകയാണ്. ഇന്ത്യക്കിപ്പോൾ 10% ഇറക്കുമതി തീരുവ എന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. അത് ശരിയാകുമോ? വ്യാപാര കരാറിലൂടെ 25-ൽ നിന്ന് 18% കുറച്ചതാണ്. അതാണിപ്പോൾ 10% കുറയ്ക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഇത് മതിയാകുമോ? പഴയ 3%-ലേക്ക് തിരിച്ചു പോകുമോ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലെ ഇറക്കുമതി തീരുവ? ഒട്ടേറെ ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ അത് പൂർത്തിയാക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഇങ്ങനെയൊരു തിരിച്ചടി ഡൊണാൾഡ് ട്രംപിന് കിട്ടിയിരിക്കുന്നത്. അതിനാൽ തന്നെ വ്യാപാര കരാറിൽ ഇന്ത്യയുടെ ശബ്ദം ഇനി മുഴങ്ങി കേൾക്കുമോ എന്ന ചോദ്യവുമുണ്ട്. അതേസമയം രാജ്യത്ത് പ്രതിപക്ഷം ഇപ്പോഴും ഉയർത്തുന്ന ആരോപണം മോദി ട്രംപിന് മുന്നിൽ കീഴടങ്ങും എന്നാണ്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വ്യാപാര സാധ്യതകൾ? പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ശ്രീ ഷാബു പ്രസാദ്, ശ്രീ മോഹൻ വർഗീസ്, ശ്രീ സിബി സത്യൻ, ശ്രീ സജിമോൻ ആന്റണി എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇന്ത്യക്കൊരു സുവർണാവസരമാണോ ഇത്? ഭാരതം വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോ മാറ്റങ്ങളെയും കാണുന്നത്. കാരണം ട്രംപ് ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അത് ഇൻകൺസിസ്റ്റൻസിയുടെ ഒരു ജനറൽ ഫീൽ. അതോടൊപ്പം തന്നെ ഒരു എക്സിക്യൂട്ടീവ് എക്സസസിനെതിരെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബ്രാഞ്ച് അതിശക്തമായി മാറുകയാണെങ്കിൽ, ഇവിടെ സംഭവിച്ചത് ട്രംപ് എന്ന എക്സിക്യൂട്ടീവ് പ്രസിഡൻറ്റ് ശക്തനായി മാറുന്നു. തന്നിൽ അർപ്പിതമല്ലാത്ത അധികാരങ്ങൾ അദ്ദേഹം എടുത്ത് ഉപയോഗിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അദ്ദേഹത്തിൻ്റെ അധികാരത്തെ പരിമിതപ്പെടുത്തുകയാണ്. അതാണ് ടിപ്പിക്കൽ സെൻസിൽ അമേരിക്കയിലെ ഫെഡറൽ വ്യവസ്ഥയിലെ ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു പ്രസിഡൻറ്റ് ഏതെങ്കിലും ഒരു നിയമം കോട്ട് ചെയ്ത് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലെജിസ്ലേച്ചറിൻ്റെ അധികാരങ്ങൾ കവരാൻ നോക്കിയാൽ അവിടെ സ്വാഭാവികമായി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടി മാത്രമാണിത്. നോക്കൂ, 1977 ഒരു ഇൻ്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് അനുസരിച്ചാണ് ട്രംപ് ഇങ്ങനെ ഒരു അധികാരം എടുത്ത് പ്രയോഗിച്ചത്. അത് അമേരിക്കയുടെ സെക്യൂരിറ്റി എൻഡേഞ്ചേർഡ് ആകുകയാണെങ്കിൽ, നാഷണൽ സെക്യൂരിറ്റി വലിയ വിഷയമാവുകയാണെങ്കിൽ ഒരു പ്രത്യേക അവസരത്തിൽ മാത്രം എടുത്തുപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയാണ്. അത് മാത്രമല്ല, അത് കോൺഗ്രഷണൽ അപ്രൂവലിന് വേണ്ടി സമർപ്പിക്കുകയും വേണം. ഇതൊന്നും ചെയ്യാതെ തോന്നുംപടി ടാരിഫ് അടിച്ചു കൊടുക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, ഒരു വർഷത്തിലേറെയായിട്ടില്ലേ, ഈ ഒരു ഭീഷണിയുടെ മുന്നിൽ ലോകത്തെ പല രാജ്യങ്ങളും എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുകയും പകരം സാധ്യതകൾ തേടുകയുമായിരുന്നുവല്ലോ. അപ്പോൾ ഇത്രയും നാൾ ഇങ്ങനെ ഭീഷണി തുടരുവാൻ ട്രംപിന് കഴിഞ്ഞു അല്ലേ? അത് ഈ ലോകക്രമത്തിൽ തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ ലോകക്രമത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന് കഴിഞ്ഞു. അത് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് ഇൻ ദ നെയിം ഓഫ് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അവിടെയാണ് ടു ടേക്ക് ദ നേഷൻ ടുഗെദർ. അതൊരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ കൂടിയുണ്ട്. അതുകൊണ്ട് അമേരിക്ക ലോക വ്യവസ്ഥിതിയിൽ അമേരിക്കയുടെ ഗ്രിപ്പ് അയയുന്നു എന്നൊരു പൊതു ഫീലിംഗ് ഉണ്ട്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ടാരിഫ് എന്നത് ആയുധമാക്കി എടുത്തെങ്കിലേ പറ്റൂ എന്ന് ട്രംപിൻ്റെ ഒരു പരിമിതമായ ചിന്ത, ഒരു ബിസിനസ്സുകാരന് ചിന്തിക്കാവുന്ന ഒരു ചിന്ത തന്നെയാണത്. അങ്ങനെയെങ്കിൽ ഒന്നൊന്നായി രാജ്യങ്ങൾ ഈ ടാരിഫിൻ്റെ വാളെടുത്ത് വീശുകയും ഒന്നൊന്നായി രാജ്യങ്ങൾ ട്രംപുമായി അല്ലെങ്കിൽ അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്യുക എന്ന ഒരു ചിന്തയാണ് ട്രംപിനുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യമുണ്ടായല്ലോ അല്ലേ? ട്രംപ് ഇങ്ങോട്ട് വന്നു, അത് ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ്. ഇന്ത്യ അങ്ങോട്ട് പോയതാണോ ട്രംപ് ഇങ്ങോട്ട്? ഇതൊരു മ്യൂച്വലി ബെനിഫിഷ്യൽ. ഇന്ത്യയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണറാണ് അമേരിക്ക. പക്ഷേ അമേരിക്കയുടെ ലാർജസ്റ്റ് ട്രേഡിംഗ് പാർട്ട്ണർ ഇന്ത്യ അല്ല എന്നുകൂടി ഓർക്കണം, അത് ചൈനയാണ്.
അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി വലിയ 80-85 ബില്യൺ ഡോളറിൻ്റെ വാർഷിക കയറ്റുമതി, വലിയ ടാരിഫ് താങ്ങാനാവില്ല. അതുകൊണ്ട് കയറ്റുമതി നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ $500 ബില്യൺ കയറ്റുമതിയാണ് എൻവിസേജ് ചെയ്യുന്നത് ഒരു വർഷം. അത് വലിയ തുകയാണ്. അത് ട്രംപിൻ്റെ ഇറക്കുമതിയാണ് $500 ഓവർ എ പീരീഡ് ഓഫ് 5 years. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതിയും തത്തുല്യമായ രീതിയിൽ വർദ്ധിക്കണമല്ലോ. അതുകൊണ്ട് വലിയ ഗെയിൻസ് പ്രതീക്ഷിക്കുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിൽ 18% ടാരിഫ് എന്നത് ഇങ്ങനെയൊരു കോടതിയുടെ വിധി കാരണം അടുത്ത 150 ദിവസത്തേക്കെങ്കിലും 10% ലിമിറ്റ് ചെയ്യേണ്ടി വരുന്നത് കോടതി വിധി കൊണ്ടല്ല, ട്രംപിൻ്റെ ഒരു മറുപ്രഖ്യാപനത്തിലൂടെയാണ്. ഇപ്പം മുൻ നിലയിലേക്ക് വരിക, അതായത് 3.5% എന്ന ശരാശരി ട്രംപ് അധികാരമേൽക്കുന്ന ഇപ്രാവശ്യം അധികാരം ഏൽക്കുന്നതിന് മുൻപുള്ള നിലയിലേക്ക് കൊണ്ടുവന്നതാണ്. ഘട്ടം ഘട്ടമായി ഉയർത്തി 50%-ലേക്കും പിന്നീട് 18%-ലേക്കും താഴ്ത്തിക്കൊണ്ടുവന്നതാണ്. അതിപ്പോൾ 3.5 ആകേണ്ടതാണ്. അത് MFN മോസ്റ്റ് പ്രിഫേർഡ് നേഷൻ ട്രീറ്റ്മെൻറ്റ് അനുസരിച്ചുകൊണ്ട് അത് നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ച് ആശങ്കയുണ്ട്. പക്ഷേ അഡീഷണൽ 10 ടാരിഫ് എക്രോസ് ദ ഫ്രോണ്ടിയർ എല്ലാ രാജ്യങ്ങൾക്കും, വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുള്ളതും അല്ലാത്തതുമായ എല്ലാ രാജ്യങ്ങൾക്കും നേരെ 10% എന്നത് ഇന്ത്യക്കും ബാധകമാണ്. പക്ഷേ ഇത് 18% കൊടുക്കേണ്ടി വരുമോ, അതോ 10% നിൽക്കുമോ, അതോ 10 അധികം 3.5 13 ഓൾറെഡി എക്സിറ്റിംഗ് ഏതായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ്. ശ്രീ സജിമോൻ ആന്റണി, എന്താണ് ഇതിലൊരു വ്യക്തതയുള്ളത്? സുപ്രീം കോടതിയുടെ വിധി മറികടക്കാൻ എന്തെങ്കിലും കുറുക്കുവഴികൾ ട്രംപ് തേടുമല്ലോ. എന്താണിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം? അതുമാത്രമല്ല, വിധി വന്ന ഉടനെ തന്നെയാണ് 10%-ലേക്ക് കുറയ്ക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നത്. അതിലും കുറഞ്ഞ് പഴയ രീതിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇന്ത്യ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി തീരുവ. ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ വേറൊരു ആംഗിളിലാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താണ് ഫാക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അൺസർട്ടനിറ്റി ആയിരുന്നു. മാർക്കറ്റിന് വേണ്ടത് സർട്ടനിറ്റി ആയിരുന്നു. ഇന്ത്യക്കും മറ്റ് രാഷ്ട്രങ്ങൾക്കും വേണ്ടിയിരുന്നതും സർട്ടനിറ്റി ആയിരുന്നു. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം 10 ആക്കി, പിന്നെ 25 പിന്നെ 50 ആക്കി, പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് 18 കൊണ്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു അൺസർട്ടനിറ്റിക്ക് ഒരു സർട്ടനിറ്റി വന്ന് സുപ്രീം കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രം. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ചാനലുകളും ഇപ്പോഴും ട്രംപ് സുപ്രീം കോടതിന്റെ ഓർഡറിനെ മറികടക്കുന്നു എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്, വിച്ച് ഈസ് ടെക്നിക്കലി ഇൻകറക്റ്റ്. കാരണം എന്താണ് ഇവിടുത്തെ വിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുകൊണ്ട് തന്നെ, അതായത് IEEPA അതിലധിഷ്ഠിതമായ താരിഫാണ് വെച്ചത്. അത് ഇല്ലീഗലാണ് എന്നാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റ് പ്രൊവിഷന് ഫോർ എക്സാമ്പിൾ സെക്ഷൻ 122, സെക്ഷൻ 338, സെക്ഷൻ 301 ഇങ്ങനെയുള്ള സെക്ഷനിൽ കൂടെ ടാരിഫ് ചുമത്തുന്നതിൽ കോടതി ഇതുവരെ ട്രംപിനെ വിലക്കിയിട്ടില്ല. അപ്പം കോടതി വിധിയെ മറികടക്കുകയല്ല, എന്നാൽ ട്രംപ് ഇതുവരെ നടന്ന പാതയിൽ ഇവിടെ പോകാൻ പറ്റത്തില്ല. അത് റോങ് പാത്താണ്. കാരണം പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ എക്സസ് യൂസ് ആണ്, അല്ലെങ്കിൽ അധികാര പരിധിക്ക് അപ്പുറമാണ് എന്നുള്ളതിനുള്ള ഒരു കടിഞ്ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇത് ട്രംപിന് വളരെ ഒരു കനത്ത പ്രഹരമായിരുന്നു, ട്രംപിനും ട്രംപ് അഡ്മിനിസ്ട്രേഷനും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇവിടെ ഡെമോക്രസി വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കിലാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കോൺഫിഡന്റ്ലി പറയാൻ പറ്റും, അമേരിക്കയിലെ ഡെമോക്രസി ഇപ്പോഴും ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് അത് അതിന്റെ ജോലി നോക്കുകയും, സുപ്രീം കോർട്ട് അതിന്റെ ജുഡീഷ്യറി അതിന്റെ ജോലി നോക്കുകയും, കോൺഗ്രസും സെനറ്റും അതിന്റെ ജോലിയും നോക്കണം എന്നുള്ള ഒരു പെർഫെക്റ്റ് വേർഡിക്റ്റ് ആണ് വന്നത് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് ഇന്ത്യയുടെ താരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇന്ത്യയുടെ വിജയമോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളുടെ വിജയമോ എന്ന് ഒരു തരത്തിൽ പറയാം. എന്നാൽ അതിലും കൂടുതൽ അമേരിക്കൻ ഡെമോക്രസിയുടെ വിജയമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു ലിറ്റിഗേഷനകത്ത് ട്രംപിന്റെ പരാജയം എന്ന് എന്തായാലും പറയാമല്ലോ. ട്രംപിന്റെ പരാജയം എന്ന് പൂർണ്ണതോതിൽ പറയാമല്ലോ. ട്രംപിന്റെ പരാജയമാണ് എന്ന് നമുക്ക് പൂർണ്ണതോതിൽ പറയാം, അതിനകത്ത് ഒരു സംശയവുമില്ല. എന്നാൽ മറ്റ് രാഷ്ട്രങ്ങളുടെ വിജയമാണ് എന്ന് നമുക്ക് പറയാൻ അതിനൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ലിറ്റിഗേഷനകത്ത് മറ്റ് രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങളിലുള്ള ഏതെങ്കിലും കമ്പനികളോ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പ്ലെയിൻറ്റീഫ് ആയിട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അങ്ങനെ ക്ലെയിം ചെയ്യാമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ വന്നില്ല. മറ്റ് രാഷ്ട്രങ്ങൾ ട്രംപിന്റെ ഈ ഒരു ടാരിഫ് നയത്തിലേക്ക് കീഴ്വഴങ്ങുകയാണ് ചെയ്തത്. ഒന്ന്. രണ്ടാമത്തേത്, നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആപ്പിൾ, ഗൂഗിൾ പോലെയുള്ള ലോക പ്രശസ്തമായ ടോപ്പിലുള്ള $1 ട്രില്യൺ കമ്പനികളൊന്നും ഇതിനെതിരെ വന്നില്ല. എന്നാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു അനുനയ മാർഗത്തിലേക്കൂടിയാണ് പോയിരുന്നത്. സംശയമില്ല, അത് ഇന്ത്യയിൽ നിന്നുള്ള വ്യാപാരത്തിന് അത് ഗുണകരമായി മാറുകയും ചെയ്യുമല്ലോ. കാരണം 25 നിന്ന് 18 വരെ വ്യാപാര കരാറിലൂടെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിൽ 18%, അതായിരിക്കുമല്ലോ ഇറക്കുമതി തീരുവ.
അതിൽ നിന്ന് എന്തായാലും 10% കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ 8% ആശ്വാസം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി കിട്ടുന്നുണ്ടല്ലോ. അങ്ങനെ കിട്ടാൻ പോവുകയാണല്ലോ സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ. അത് ചിലപ്പോൾ അതിലും താഴ്ന്ന് ട്രംപ് അധികാരമേറ്റ സമയത്തെ 3.5% എത്തിയേക്കാം എന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നേട്ടമാകേണ്ടതാണ്. പക്ഷേ അതെല്ലാം ഇനി വ്യാപാര കരാറിനെ ആശ്രയിച്ചിരിക്കും എന്നുകൂടി പറയേണ്ടി വരും അല്ലേ? മഞ്ജുഷ, ഇതിനകത്ത് ഇന്ത്യക്ക് വ്യാപാരപരമായിട്ട് നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% യെസ് ആണ്. കാരണം 2.5 അല്ലെ 3% ആവറേജ് ടാരിഫിനകത്ത് നിന്ന് അത് 10, 25, 50 ആയതിനു ശേഷം പിന്നെ 18 പോയി സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ ആ 18-ൽ നിന്ന് ഇപ്പം ഒന്നെങ്കിൽ 10% അല്ലെങ്കിൽ 13 അല്ലെ 13.5% എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ബിസിനസിന് ഒരു ബൂസ്റ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ചേർത്ത് പറയേണ്ടത് ഇന്ത്യക്ക് മാത്രമല്ല മറ്റ് രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ഇത് ബാധകമാണ്. മീൻസ് കാനഡയ്ക്ക് ബാധകമാണ്, ഇറ്റലിക്ക് ബാധകമാണ്, യൂറോപ്യൻ യൂണിയന് ബാധകമാണ്, ബ്രസീലിന് ബാധകമാണ്. ഈ രാഷ്ട്രങ്ങൾക്ക് എല്ലാവർക്കും ബാധകമാണ് എന്നുകൂടെ നമ്മൾ ആഡ് ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു. ഈ ബെനഫിറ്റ് കിട്ടുന്നുണ്ട്, തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയവുമില്ല. എന്നാൽ ഇവിടെ ട്രംപിന് 3-4 തരത്തിൽ വലിയൊരു എന്താ പറയുക, ഈ ഒരു ആഘാതം എന്ന് പറയുന്നത് 3-4 തരത്തിലുള്ള വലിയ മേജർ റിപ്രക്കേഷൻ ഉണ്ട്. ഒന്ന്, ഇവിടെ ലോക്കലി പറയുവാണെങ്കിൽ ഇവിടെ ഡെമോക്രാറ്റ്സുകൾ 12 സ്റ്റേറ്റുകൾ ഡെമോക്രാറ്റ്സിന്റെ 12 സ്റ്റേറ്റുകൾ ഈ ഒരു കേസിന്റെ പാർട്ടായിരുന്നു. അപ്പൊ അവർ നോക്കിയിരിക്കുമായിരുന്നു ഇതിന്റെ ഒരു വേർഡിക്റ്റ് വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ റീസിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു ബാക്ക്ലാഷ് ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ടാമത്തത്, ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ, ഇന്റർനാഷണലി പൊളിറ്റിക്സിൽ പറയുകയാണെങ്കിലും ഇക്കണോമിക്കൽ രീതിയിൽ പറയുവാണെങ്കിലും ട്രംപിന് വളരെയധികം മോശമായ ഒരു വേർഡിക്റ്റാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം ഈ അയൽ രാജ്യങ്ങളായ ബ്രസീൽ ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ, ഇന്ത്യയുമായിട്ടുള്ള വളരെ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യ ഉൾപ്പെടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ രാഷ്ട്രങ്ങൾക്കുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉലച്ചിലുണ്ടാവാനുള്ള ഒരു പ്രാഥമിക റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ടാരിഫ് നയമായിരുന്നു. ഈ ടാരിഫ് എന്നൊരു വാളിലാണ് ഇടിച്ചു വീണത്. എല്ലാവരും വന്ന് ഇടിച്ചു വീണത്. കാനഡയുമായിട്ട് ഇടിച്ചു വീണേണ്ടി വന്നു, ഇന്ത്യയുമായിട്ട് അകലേണ്ടി വന്നു, യൂറോപ്യൻ യൂണിയനുമായിട്ട് അകലേണ്ടി വന്നു. അങ്ങനെയുള്ള എല്ലാ, അതായത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും കണ്ടൻഷ്യസ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഈ ഒരു ടാരിഫ് ആയിരുന്നു. അപ്പം എന്തുകൊണ്ട് ട്രംപ് ആ ഒരു പാത്ത് എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വേർഡ് കോട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വേർഡ് ഉണ്ട്, I will do whatever I want to do. റൈറ്റ്. അപ്പം അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ അമേരിക്കൻ സുപ്രീം കോർട്ട് ഇന്ന് പറഞ്ഞു, അല്ലെ ഇന്നലെ പറഞ്ഞു, യു കനോട്ട് ഡു, യു ആർ ദ പ്രസിഡന്റ്, യു ആർ നോട്ട് എ കിങ്, നിങ്ങൾ രാജാവല്ല. അപ്പം ഇവിടെ പ്രസിഡന്റ് ആയിട്ട് ഭരിക്കുമ്പോൾ പ്രസിഡന്റ് ഇവിടുത്തെ നിയമ ഭേദഗതികളെ ചട്ടക്കൂടുകളിൽ ശരിയാണ്. അങ്ങനെ ഒരു തിരിച്ചടിയാണ് ട്രംപിന് ഉണ്ടായിരിക്കുന്നത്. ശ്രീ സിബി സത്യൻ, പക്ഷേ ഇത് കേട്ട ഉടനെ തന്നെ രാജ്യത്ത് പ്രതിപക്ഷം പറയുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്നത് ട്രംപിന് മുന്നിൽ മോദി കീഴടങ്ങാൻ പോകുന്നു വീണ്ടും എന്നുള്ളതാണ്. പക്ഷേ രണ്ട് കോണ്ടസ്റ്റുകളും തമ്മിൽ എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? ഇപ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കൻ സുപ്രീം കോടതിയുടെ വിധി ആശ്വാസകരമാകുന്നതാണ്. അത് മാത്രമല്ല, ഒപ്പിടാൻ പോകുന്ന വ്യാപാര കരാറിൽ ഇന്ത്യക്ക് കൂടുതൽ ശബ്ദമുയർത്തുവാനും കഴിയും, ഇന്ത്യക്ക് ബാർഗെയിൻ ചെയ്യുവാനും കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. കാരണം ആ വലിയ പകരച്ചുങ്കം ഉണ്ടാവുകയില്ല. അപ്പോൾ ആ സമയത്ത് എന്തിനാണ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യം രാഹുൽ ഉന്നയിക്കുന്നത്? മഞ്ജുഷേ, ഞാൻ ആദ്യമായിട്ട് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പറഞ്ഞ ഒരു വാചകം പറഞ്ഞു തുടങ്ങാം. അതായത് ഈ ട്രംപിനെതിരെയുള്ള ഇന്നത്തെ കോടതി വിധി, അതായത് പുള്ളി പറഞ്ഞത് ഈ പവറിന് കൗണ്ടർ വെയ്റ്റ്സ് ഉണ്ടാവുക, റൂൾ ഓഫ് ലോ ഡെമോക്രസിയിൽ ആപ്ലിക്കബിൾ ആവുക തുടങ്ങിയ മനോഹരമായ 2 കാര്യങ്ങളാണ് ഇന്നത്തെ വിധിയിലൂടെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അത് ഒന്നാമത്തെ കേസ്. അതായത് ട്രംപ് എന്ന് പറയുന്ന ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ഭരണാധികാരിക്കെതിരെ അവിടുത്തെ ജനാധിപത്യ ബോധവും അവിടുത്തെ റൂൾ ഓഫ് ലോയും അവിടുത്തെ സുപ്രീം കോടതിയും ഉണർന്നെഴുന്നേൽക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തത്, ഇന്ന് രസകരമായി സംഭവിച്ച മറ്റൊരു കാര്യം, ഇല്ലനോയിസിലെ ഗവർണർ ഇന്ന് ട്രംപിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. അദ്ദേഹം ഇല്ലനോയിസിലെ ജനങ്ങൾ ഇത്രയും കാലം ഈ ട്രംപ് ഈ അധിക ചുങ്കം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് അമേരിക്കൻ ഹൗസ് ഹോൾഡിന് ശരാശരി $1700 ഒരു വീടിന് വെച്ചിട്ട് അധികം ചെലവായിട്ടുണ്ട് എന്നാണ് കണക്കാക്കുന്നത്, ഈ ചുങ്കം അധികം ഏർപ്പെടുത്തിയത് മൂലം. അപ്പൊ അതുവഴി ഇല്ലനോയിസിൽ നിന്ന് മൊത്തം പിടിച്ച് നഷ്ടപ്പെട്ട $9 ബില്യൺ തിരിച്ചു തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നൊരു കത്തയച്ചിട്ടുണ്ട്. മൊത്തം $130 ബില്യൺ ആണ് ട്രംപ് ഈ അധിക ചുങ്കത്തിലൂടെ ഇതുവരെ കൈപ്പറ്റിയിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അമേരിക്കയിൽ അധികമായി സമ്പാദിച്ചത്. അപ്പൊ ഈ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഒരു മുറവിളി അമേരിക്കയിലെ ജനങ്ങൾക്കിടയിൽ വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും നിലനിൽക്കെ തന്നെ ഇനിയിപ്പോ താങ്കൾ ചോദിച്ച ചോദ്യം രാഹുൽ ഗാന്ധിയുടെ പ്രശ്നമാണ്. ഞാൻ ഇതിനകത്തൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ നമ്മുടെ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയ്ക്ക് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സുതാര്യതയില്ലായ്മയാണ്. നമുക്കറിയാം, ട്രംപ് പറഞ്ഞു ഇത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അപ്പോ സർക്കാർ പറയുന്നില്ല, നേതാക്കൾ പറയുന്നില്ല, ആരും ഒന്നും സമ്മതിക്കുന്നില്ല, കംപ്ലീറ്റ് ഡാർക്കിലായിട്ട് നിൽക്കുകയാണ്, നിഷേധിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അവസാനം പതുക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ എന്താണോ ട്രംപ് പറഞ്ഞത് അത് മുഴുവൻ യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരും. നമുക്ക് ഇൻഡോ US കരാർ എടുക്കാം.
18% അവർ തീരുവ കുറച്ചു 25-ൽ നിന്ന്. പണ്ട് 3-ൽ നിന്നാണ്, 3 മുതൽ 10 വരെ നിന്ന സംഭവമാണ് 18% ഇപ്പം മാറിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പകരം ഇന്ത്യ ഏതാണ്ട് 15-35% വരെ വിവിധ വസ്തുക്കൾക്ക് ഏർപ്പെടുത്തുന്ന തീരുവ മുഴുവൻ 0 ആയിട്ട് മാറി. ഈ 0 ആയിട്ട് മാറിയിട്ട് ഇന്ത്യ 500 ബില്യൺ സാധനം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യണം എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കൂടെ അംഗീകരിച്ചു. ഇത് കൂടാതെ അടുത്ത 2 സാധനങ്ങൾ പറഞ്ഞതിനകത്ത് സർക്കാർ കംപ്ലീറ്റ് നിശബ്ദതയാണ് പാലിച്ചത്. അതായത് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ പാടില്ല, 2 വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കണം. ഇനി ഈ 2 സംഭവങ്ങളെ കുറിച്ച് നമുക്കൊരു കണക്ക് നോക്കാം. അതായത് 2022-ലാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ ഒക്ടോബർ വരെ ഇന്ത്യയുടെ മൊത്തം ബൈയുടെ 40% റഷ്യൻ ഓയിലായിരുന്നു. ഈ റഷ്യൻ ഓയിലിന്റെ പ്രത്യേകത ഹൈലി ഡിസ്കൗണ്ടഡ് ഓയിലാണ്. അതായത് ബ്രെന്റ് ക്രൂഡ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. ബ്രെന്റ് ക്രൂഡാണ് ലോകത്തിലെ ഏറ്റവും എന്താ പറയുന്നത് ലാൻഡ്മാർക്ക്, നമ്മൾ പറയുന്നില്ലേ ഏറ്റവും മികച്ച ക്രൂഡ്, അതാണ് ആ വില നിശ്ചയിക്കുന്ന ക്രൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ബ്രെന്റ് ക്രൂഡിന് $62 വിലയുള്ള സമയത്ത് റഷ്യ നമുക്ക് $35 പെർ ബാരൽ ഈ എണ്ണ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ 40% എണ്ണ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ആസ് ഓൺ ടുഡേ നമ്മളുടെ മൊത്തം ബൈ റഷ്യയിൽ നിന്നുള്ളത് 21% കുറഞ്ഞു. അതായത് 19% നമ്മുടെ ടോട്ടൽ ഇമ്പോർട്ട് റഷ്യയിൽ നിന്ന് കുറഞ്ഞു. പകരം അതേസമയം ചൈനയുടെ ഇമ്പോർട്ട്, ഇന്ത്യ ആയിരുന്നു ഏറ്റവും വലിയ ബയർ, ഇപ്പൊ ചൈനയാണ് ഏറ്റവും വലിയ ബയർ. നമ്മൾ 2 ലക്ഷത്തിൽ പരം ബാരൽ 2 ദശലക്ഷം ബാരലാണ് റഷ്യയിൽ നിന്ന് ഒരു ദിവസം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് 1 ദശലക്ഷം ബാരലും ഈ ഫെബ്രുവരിയിൽ ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ വാങ്ങിച്ചത് 8 ലക്ഷം. അതായത് നേരത്തെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് 20 ദശലക്ഷം, അതായത് 2 കോടി ബാരൽ. മനസ്സിലായോ? അവിടുന്ന് 8 ലക്ഷം ബാരലായിട്ട് കുറഞ്ഞു കഴിഞ്ഞു. അപ്പം 2 ദശലക്ഷം എന്ന് പറയുന്നത് 20 ലക്ഷം ബാരലിൽ നിന്ന് ഇപ്പൊ നമ്മൾ 8 ലക്ഷം ബാരലായിട്ട് കുറഞ്ഞു കഴിഞ്ഞു. 19% നമ്മുടെ ഇമ്പോർട്ട് അവിടുന്ന് കുറഞ്ഞു. എന്നിട്ട് അതേസമയം തന്നെ നമുക്ക് വേറെ രസകരമായ കണക്കുകൂടെ നോക്കാം. അതായത് ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള ഓയിലിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി 10% ഉയർന്നിരിക്കുന്നു. ഇതുവരെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓയിൽ ബൈ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, 10%. അതായത് നമ്മുടെ സർക്കാർ എന്തൊക്കെയാണോ മിണ്ടാതിരുന്നത്, പറയാതിരുന്നത്, ഞങ്ങളിങ്ങനൊന്നും അല്ല, ഞങ്ങൾ മലമറിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ട്രംപ് എന്ത് ആജ്ഞാപിച്ചോ അത് അതേപടി അനുസരിക്കുന്ന, ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന ഒരു സർക്കാരിനെയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കാണുന്നത്. എത്ര ദയനീയമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കുക. അതായത് ട്രംപിനെ പോലെ ഒരു ഭ്രാന്തൻ ഭരണാധികാരി ഉത്തരവിടുന്ന എല്ലാ കാര്യങ്ങളും അതേപടി അനുസരിക്കുന്ന, അതേപടി മുട്ടിലെഴിഞ്ഞ് അനുസരിക്കുന്ന, അതേസമയം തന്നെ ഇന്ത്യയിലെ ജനങ്ങളോട് ഇതിന്റെ യാതൊരു വിശദാംശങ്ങളും പറയാതെ ഒളിപ്പിച്ചു വെക്കുന്ന, എന്നിട്ട് ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലും കേഡർ വഴിയും ഭയങ്കരമായിട്ട് 56-ന്റെ 58-ന്റെ ഒക്കെ മഹത്വം വിളമ്പുന്ന ഒരു വെറും പ്രൊപ്പഗാൻഡ ലെവലിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. ശരി, ശ്രീ ഷാഹുൽ പ്രസാദ് അതിനുള്ള മറുപടി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് കണ്ടതാണ്, വ്യാപാര കരാറിനെ കുറിച്ചുള്ള സുതാര്യതയില്ലായ്മ. ഒടുവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല ഇന്ത്യ എന്ന് ട്രംപ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യുന്നു. അതാണല്ലോ 25-ൽ നിന്ന് 18% ഇറക്കുമതി തീരുവ കുറച്ച് നൽകുവാൻ ട്രംപിനെ പ്രേരിപ്പിച്ച ഘടകവും. ഇപ്പോൾ ഈ അമേരിക്കയുടെ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഇന്ത്യക്ക് സുവർണാവസരമായി മാറേണ്ടതാണ് ഇത്. കാരണം വ്യാപാര കരാർ പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഒപ്പുവെക്കുന്നതിന് മുൻപ് അതിന്മേൽ ഇന്ത്യയുടെ ശബ്ദം ഉയർത്താൻ പറ്റും. അവിടെ വേണമെങ്കിൽ ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങേണ്ട എന്ന തീരുമാനം എടുത്തത് വേണമെങ്കിൽ പുനഃപരിശോധിക്കാനും പറ്റും. അതിന് ഇന്ത്യ തയ്യാറാകേണ്ടതല്ലേ? അതല്ലാതെ ഇന്ന് രാഹുൽ പറയുകയാണ് വീണ്ടും മോദി ട്രംപിന് മുന്നിൽ മുട്ടിലിഴയാൻ പോവുകയാണ് എന്ന്. രാഹുലിന് പിന്നെ ഇതല്ലാതെ വേറൊന്നും പറയാൻ അറിയില്ലല്ലോ. ഇങ്ങനെ കിടന്ന് പറയുക, സ്വന്തം അണികളെ വിട്ടിട്ട് ഒരു അന്താരാഷ്ട്ര മീറ്റിൽ തുണി പൊക്കി കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളല്ലേ രാഹുലിന് അറിയുള്ളൂ. അത് അറിയുന്ന പണിയെ അയാൾക്കറിയുന്ന പണി അയാൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ വേറൊന്ന്, ഈ വ്യാപാരക്കാർ ഇവരെ ഒപ്പിട്ടിട്ടില്ലല്ലോ മഞ്ജുഷേ. ഇപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്? ട്രംപ് പറയുന്നു, അപ്പം മുഷ്ടി ചുരുട്ടി മോദി ഇങ്ങോട്ട് വരണം, നീ പോയി പണി നോക്കണം, ഞങ്ങൾ അങ്ങനെ ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ ട്രംപ് കുറച്ചുകൂടെ കൂട്ടി പറയുന്നു, അപ്പൊ വീണ്ടും അതിനെക്കാട്ട് കൂട്ടി പറയുന്നു. ഇങ്ങനെ ചെയ്യണമെന്നാണ്, എന്തൊരു കുസ്തി മത്സരത്തിന് പോകണമെന്നാണോ ഈ പറയുന്നത്? അയാളുടെ തലയ്ക്ക് സുഖമില്ല ഓരോന്ന് കിടന്ന് പറയുമ്പോൾ അയാൾ കിടന്ന് പറയട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. ഇവിടെ ഈ
റഷ്യയായിട്ടുള്ള ഓയിൽ ഡീലിന്റെ കാര്യത്തില് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ട്രംപ് പറഞ്ഞു ഉടനെ നിർത്തിയെങ്കിൽ ഇപ്പം കഴിഞ്ഞ മാസത്തെക്കാട്ടിൽ ഈ മാസം കുറഞ്ഞു എന്നുള്ളതല്ല. ഒരു ബാരൽ പോലും വരാൻ പാടില്ലല്ലോ. ഒരു ബാരൽ പോലും. റഷ്യയുമായിട്ടുള്ള ഓയിൽ കരാർ ഓയിൽ സെയിൽ നിങ്ങൾ നോക്കൂ, ഓരോ സമയം കൂടിയും കുറഞ്ഞും സിക്സാഗായിട്ടൊക്കെയാണ് പോകുന്നത്. പിന്നെ വളരെ 40% 20% ആയിക്കോട്ടെ, ആ 20% ആകാൻ പാടില്ലല്ലോ, 1% പോലും ആകാൻ പാടില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ കണക്കിനാണെങ്കിൽ ട്രംപ് വരട്ടി മോദി മുട്ട് കഴിഞ്ഞെങ്കിൽ അവിടെ നിന്ന് ആ പിറ്റേ ദിവസം റഷ്യക്കാരനോട് മോദി അവിടുന്ന് ട്രംപ് പറയുന്നു നിങ്ങളുടെ എണ്ണ ഞങ്ങൾക്ക് വേണ്ട, ഒരു ബാരൽ പോലും ഇന്ന് മുതൽ വേണ്ട എന്നാണല്ലോ പറയേണ്ടത്. അങ്ങനെയല്ലോ ചെയ്തത് ആണോ? അപ്പൊ അത് വിട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുള്ളത് ഉണ്ടെന്ന് കരുതി, അല്ലെങ്കിൽ മോദിയോട് എതിർപ്പുണ്ടെന്ന് കരുതി എന്തും കിടന്ന് വിളിച്ച് പറയണം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിനുള്ള അവകാശമുണ്ട്. പിറ്റേ ദിവസം നിർത്തല്ലല്ലോ ചെയ്തത്. പിന്നെ ജയശങ്കർ, നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അല്ല കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഈ ചോദ്യത്തിന്, ഞങ്ങൾക്ക് സൗകര്യമുള്ളിടത്തുനിന്ന് ഞങ്ങളുടെ രാജ്യ താല്പര്യം നോക്കി എവിടെ നിന്നാണോ വില കുറച്ച് കിട്ടുന്നത് അവിടുന്ന് ഞങ്ങൾ സൗകര്യം പോലെ വാങ്ങും. വളരെ ക്ലിയർ ആണത്. അതിൻ്റെ അകത്ത് വേറെ ആരും തന്നെ അല്ലാതെ ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള രീതിയിൽ ട്രംപ് അവിടുന്ന് 10 പറഞ്ഞാൽ ഇവിടുന്ന് 15 പറയണം എന്നുള്ള നിങ്ങളുടെ ആ വാശി, അത് വേണം അറിഞ്ഞില്ല, അത് വേണമെന്നാണ് അവർ പറയുന്നത്. തൽക്കാലം അതിന് പോകുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. പിന്നെ ഇതുവരെ ഒപ്പിടാത്ത ഇപ്പൊ ഫൈനലൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കരാറിന്റെ അകത്ത് ഇനി സമയം കിടക്കല്ലേ. ഇതുകൊണ്ട് ചെയ്യുന്നത് ഈ തീർച്ചയായിട്ടും ആ കരാറ് എടുത്ത് പൂട്ടിക്കെട്ടി അതിൻ്റെ അകത്ത് വെക്കാനൊന്നും പറ്റില്ല. അത് ലോകത്തിന് അറിയിച്ചേ പറ്റുള്ളൂ. ആർക്കും നോക്കാവുന്ന കാര്യം. ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഈ $500 ബില്യൺ ഇറക്കുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ അല്ല. $500 ബില്യൺ സാധനങ്ങൾ അവിടെ നിന്നുള്ള ഇറക്കുമതിക്ക് ഇന്ത്യ വേണമെങ്കിൽ അല്ലാതെ ഒരു കമ്മിറ്റ്മെന്റ് ഒന്നും അല്ല. ഈ ഇറക്കുമതി എന്താണ്? കമ്മിറ്റ്മെന്റ് അല്ല, നിങ്ങൾ വായിച്ചു നോക്കുന്നത്. കമ്മിറ്റ്മെന്റ് ഒന്നുമല്ല. നിങ്ങൾ വെറുതെ വിവരക്കേട് പറയരുത്. അതൊന്നേരം അതുമല്ല, ഈ സാധനം എന്താണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ എന്താണ്? നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്? നമുക്കാവശ്യമുള്ളത് പുതിയ ടെക്നോളജികളാണ്, ടെക്നോളജിക്കൽ സഹകരണങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ത്യക്ക് ആവശ്യമുള്ളത്. തീർച്ചയായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലും ഇനി ഇന്ത്യയുടെ ഭാവിയിലേക്കും നമുക്ക് ഒരുപാട് പുതിയ ടെക്നോളജികൾ നമുക്ക് ആവശ്യമുണ്ട്. ആ ടെക്നോളജിക്കൽ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. അതാണ് നമുക്ക് കൂടുതലായിട്ടും പ്രധാനമായും നാം ഇറക്കുമതി ചെയ്യാൻ പോകുന്നത്. അവിടെ ഇപ്പോൾ തന്നെ അമേരിക്കയിലെ GE കമ്പനി ഇവിടെ അവരുടെ ജെറ്റ് എഞ്ചിൻ, നമ്മളിപ്പോൾ തേജസിന് വേണ്ടി വാങ്ങുന്ന ജെറ്റ് എഞ്ചിൻ, അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ഇവിടെ നിർമ്മിക്കാൻ തയ്യാറാണ്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അമേരിക്കൻ കമ്പനികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടതും. ശ്രീ സജിമോൻ ആന്റണി, വ്യാപാര കരാറിന്റെ കാര്യത്തിൽ എവിടെ വരെയായി ചർച്ചകൾ? അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധി അത് സ്വാഭാവികമായിട്ടും വ്യാപാര കരാറിനെ സ്വാധീനിക്കുമല്ലോ, അതിൽ സംശയമില്ലാത്ത കാര്യമാണല്ലോ അല്ലേ? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ, സിബി പറഞ്ഞതുപോലെ ഈ റഷ്യയിൽ നിന്ന് ഉടനടി എണ്ണ വാങ്ങുന്നത് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? മഞ്ജുഷ, ഞാൻ സംസാരിക്കുമ്പോൾ ജന്മം കൊണ്ട് ഒരു ഇന്ത്യൻ പൗരനും കർമ്മം കൊണ്ട് ഒരു അമേരിക്കൻ പൗരനുമാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പം കറക്റ്റ് ബാലൻസ് ആയിട്ട് പറയുവാണെങ്കിൽ, കഴിഞ്ഞ മാസം നടന്ന ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിനകത്ത് ഒബ്വിയസ്ലി കഴിഞ്ഞ ഹിസ്റ്ററി 3-18 പോയി സെറ്റിൽ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെ റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഒരു കരാറില്ലെങ്കിൽ ഒരു പ്രോമിസ് എങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എഡ്ജ് ഡൊണാൾഡ് ട്രംപിന് കിട്ടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതൊരു നെഗോഷിയേഷൻ വരുമ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യക്ക് വേണ്ട ചില കാര്യങ്ങളുണ്ട്, ഫാം ലാൻഡ് അല്ലെങ്കിൽ ഫാം പ്രോഡക്ട്സ്, ഡയറി പ്രോഡക്ട്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അവിടെ അവരുടെ സൈഡിൽ നിന്ന് അവർ അതിനെ ഫോക്കസ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം അമേരിക്കയ്ക്ക് വേണ്ട എന്താണ്, ടാരിഫ് കൂട്ടണം എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു മേജർ. അപ്പൊ അവർ അതിനകത്ത് ഫോക്കസ് ചെയ്തു. അപ്പം അങ്ങനെ വന്ന ഒരു ഇപ്പൊ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നലത്തെ സുപ്രീം കോടതി വെർഡിക്റ്റിന്റെ കാര്യത്തിൽ ഇന്ന് ഒരു റീനെഗോഷിയേഷൻ, അതായത് കരാർ ഫൈനൽ സ്ഥിതിക്ക് വന്നു കഴിയുമ്പോൾ ട്രംപിന്റെ സൈഡ് വീക്ക് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് യെസ്, ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടും എന്നല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മേ ബി ആയിരിക്കാം. പക്ഷേങ്കിൽ പ്രാക്ടിക്കലി സ്പീക്കിംഗ് ചില കാര്യങ്ങളിൽ ട്രംപിന് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും.
അത് ഇന്ത്യക്ക് ഗുണകരമായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. ഒന്ന്. രണ്ടാമത്തേത്, ഡെഫിനറ്റ്ലി ഇപ്പൊ നമ്മൾ പറയുമ്പം കഴിഞ്ഞ ഹിസ്റ്ററി പോട്ടെ, 18 നിൽക്കുമ്പോൾ 18% താരിഫിൽ നിന്ന് അത് 10 13 ആയിട്ട് കുറഞ്ഞാലും അത് ഇന്ത്യക്കും ഇന്ത്യയുടെ ഉള്ള ബിസിനസിനും എക്സ്പോർട്ടേഴ്സിനും ഗുണകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ വിൻ വിൻ സിറ്റുവേഷൻ ആയിരിക്കുമോ അതോ ഇന്ത്യ വിൻ ഉള്ള സിറ്റുവേഷനിലേക്ക് മാറുമോ എന്നുള്ളതാണ്. ശരിക്കും ഇന്ത്യ വിന്നിലേക്ക് മാറേണ്ടതാണല്ലോ ഈ ഇത്തരം ഒരു തിരിച്ചടി ട്രംപിന് സുപ്രീം കോടതി വിധിയിലൂടെ വരുമ്പോൾ. പക്ഷെ വേറൊരു കാര്യം കൂടെ എടുത്ത് ചൂണ്ടിക്കാട്ടേണ്ടത് എന്താണെന്ന് മഞ്ജുഷേ, ഈ ടാരിഫ് എന്ന് പറയുന്നത് അദ്ദേഹം പല ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ട്രംപ് ആസ് എ ബിസിനസ് മാന് പൊളിറ്റിക്സുമായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ലായിരുന്ന കാലത്ത് തൊട്ടേ പറയുന്ന ഒരു വേർഡാണ്. അദ്ദേഹം പറയുന്നത് ഐ ലവ് യു എന്ന് പറയുന്നതിനേക്കാളും അദ്ദേഹത്തിന് പറയാൻ ഇഷ്ടമുള്ളത് ഐ ലവ് ടാരിഫ് എന്ന് പറയാനാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം ആ ഒരു ആശയത്തോട് സോൾഡ് ആണ്. അപ്പം ഇതിനു മുമ്പ് ഇപ്പൊ അദ്ദേഹം റിപ്പബ്ലിക്കന്റെ പാർട്ടിയുടെ പ്രസിഡന്റ് ആയിട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ആയെങ്കിൽ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി ഉണ്ടായിരുന്നു, ഇൻഡിപെൻഡന്റ് ആയിരുന്നു, അതിനു മുമ്പ് ഡെമോക്രാറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പല ചേരികളിൽ മാറിപ്പോയും ആശയങ്ങൾ മാറിപ്പോഴും പാർട്ടികൾ മാറിപ്പോഴും അദ്ദേഹം ഈ ടാരിഫ് എന്നുള്ള കേസിനകത്ത് മാറ്റം വന്നിട്ടില്ല, അതിനകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒന്ന്. രണ്ടാമത്തേത്, അദ്ദേഹത്തിന്റെ ഒരു ശൈലി അല്ലെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം ഒരു അടി കിട്ടിയാലും അദ്ദേഹം അതിനെ തിരിച്ച് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. കാരണം ഇലക്ഷന്റെ സമയത്തൊക്കെ എന്തുമാത്രം മറ്റു ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും ആ ആരോപണങ്ങളൊക്കെ എന്താ പറഞ്ഞ തള്ളിക്കളഞ്ഞുകൊണ്ടിട്ട് ഉയർന്നു വന്ന ഒരു നേതാവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റു വഴികളിലേക്ക് ഈ ടാരിഫ് എന്നുള്ളത് ഈ പറഞ്ഞ IEEPA ആ ഒരു സെക്ഷൻ ഒഴിച്ച് മറ്റ് സെക്ഷനിലേക്ക് പോയി അതിനകത്ത് ഒരു നെഗോഷിയേഷന്റെ ആംഗിൾ കൊണ്ടുവരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ തോന്നുന്നത്. കാരണം മുമ്പ് പറഞ്ഞു പോകണമെങ്കിൽ സെക്ഷൻ 338 301 സെക്ഷൻ 122 അതൊന്നും പെർമനന്റ് അല്ല. ഏകദേശം 150 ദിവസം, ഏകദേശം 5 മാസം 6 മാസത്തോളം ഉള്ള ഒരു വിൻഡോ അമേരിക്കൻ ഗവൺമെന്റ് ട്രംപ് അഡ്മിനിസ്ട്രേഷന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 5-6 മാസം കൊണ്ടിട്ട് ആ ഒരു ലിവറേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നീങ്ങുന്നത്. അപ്പൊ അതോടൊപ്പം എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. എവിടെയൊക്കെ സുപ്രീം കോടതിനെ എവിടെ ഒരു മാക്സിമം വന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ അതത് അഡ്മിനിസ്ട്രേഷന് അടിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇതിന് മുമ്പത്തെ അഡ്മിനിസ്ട്രേഷൻ ജോ ബൈഡന് ഇവിടെ വലിയൊരു പ്രമാദമായ കേസ് വന്നിരുന്നു. സ്റ്റുഡന്റ് ലോൺ എഴുതി തള്ളുന്ന ഒരു വിഷയത്തിനകത്ത് ജോ ബൈഡന്റെ അഡ്മിനിസ്ട്രേഷൻ, ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ പല വഴികളും നോക്കി വെച്ചിട്ടും സുപ്രീം കോടതി അത് സ്ട്രൈക്ക് ചെയ്ത് ജോ ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വളരെ നാണക്കേടായിരുന്നു എന്ന് പറഞ്ഞു പോകണേക്കാണ് ഇപ്പൊ കിട്ടിയ അടി ട്രംപിനാണ്. ഇനി ഒരടിയും കൂടെ മേ ബി കിട്ടിയേക്കാം. കാരണം അടുത്ത കണ്ടൻഷ്യൽ കേസ് ഇവിടെ വരാൻ പോകുന്നത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ആണ്. ഭരണഘടനയുടെ 14ാമത്തെ അനുച്ഛേദം അനുസരിച്ചിട്ട് അത് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഇവിടെ എന്താ പറഞ്ഞത് ലീഗലാണ്, എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. എന്നാൽ ട്രംപ് പറയുന്നത് അത് പാടില്ല എന്നുള്ള വലിയൊരു പ്രമാദമായ കേസ് വരുന്നുണ്ട്. വരും മാസങ്ങളിൽ ഇതേപോലെ ഒരു അടി നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം ട്രംപ് അഡ്മിനിസ്ട്രേഷനെതിരെ. കാരണം എവിടെയൊക്കെ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ ഏത് അഡ്മിനിസ്ട്രേഷൻ ചലഞ്ച് ചെയ്താലും അവിടെയൊക്കെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഒരു ആശ്വാസകരം. ട്രംപ് ഇത്തവണയും ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താനാണ് ഇടപെട്ടത്. അവിടെ 200% നികുതി ഏർപ്പെടുത്തും എന്ന് ഭീഷണി മുഴക്കിയതിനെ തുടർന്ന് സമ്മതിക്കുകയായിരുന്നു എന്ന അവകാശവാദം ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ സുപ്രീം കോടതിയുടെ വിധി വന്നതിന് ശേഷമുള്ള വാക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ അമേരിക്ക കരാർ അത് 18% അതിൽ താരിഫ് വരുന്നത്. അപ്പോൾ അത് പ്രകാരം തന്നെ താരിഫ് നൽകണമെന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞത് വിധിക്ക് ശേഷം. പിന്നീടാണ് അത് 10 എന്ന രീതിയിലേക്ക് അദ്ദേഹം താഴ്ത്തി പറഞ്ഞത് അല്ലേ? അങ്ങനെയുമുണ്ട്. അപ്പോൾ വിധിയൊക്കെ അവിടെ ഇരിക്കട്ടെ, തീരുവ പഴയതുപടി തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് അല്ലേ? ട്രംപിൻ്റെ അവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് എക്കാലത്തും ടാരിഫ് തന്നെയാണ്. അത് ഗ്ലോബലൈസേഷൻ്റെ സ്പിരിറ്റിനെ തുച്ഛീകരിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ടാരിഫ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ റെസ്ട്രെയിൻറ്റ് അല്ലെങ്കിൽ ഈ ഫ്രീ ഫ്ലോ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ അക്രോസ് ദ ഫ്രോണ്ടിയേഴ്സ്, ഇതാണല്ലോ ആഗോളവൽക്കരണത്തിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതിന് ആർട്ടിഫിഷ്യൽ റെഗുലേഷൻ, ടാരിഫ് ആയിക്കൊള്ളട്ടെ, നോൺ ടാരിഫ് ബാരിയേഴ്സ് ആയിക്കൊള്ളട്ടെ, ഇത് ഇടപെടുത്തുന്നതിലൂടെ, ഇത് ചുമത്തുന്നതിലൂടെ തങ്ങളുടെ രാജ്യത്തിന് മാത്രമായി മെച്ചപ്പെട്ട അവസരം. അങ്ങനെയാണ് അമേരിക്കയുടെ താല്പര്യം ട്രംപ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അത് അമേരിക്കക്കാർക്ക് കൂടി കുറച്ചൊക്കെ ബോധ്യമായതുകൊണ്ടാണ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം പിന്നീട് ഇപ്രാവശ്യം രണ്ടാം ഊഴം തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ട്രംപ് പറഞ്ഞ മിക്ക കാര്യങ്ങളും ടാരിഫുമായി ബന്ധിപ്പിച്ചാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇവിടെ ശ്രീ മഞ്ജുഷ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാനായി അദ്ദേഹം പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രമാണ് ടാരിഫ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത അധികാരം. ഇങ്ങനെയൊക്കെ ഒരു ടാരിഫ് പ്രഖ്യാപിക്കാൻ, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ടാരിഫ് പ്രഖ്യാപിക്കാൻ
ഒരു രീതിയിലും അമേരിക്കയുടെ ഭരണഘടനയോ ഏതെങ്കിലും ഒരു നിയമമോ അനുവാദം നൽകുന്നില്ല. അതുതന്നെയാണ് സുപ്രീം കോടതി ഭൂരിപക്ഷ വിധിയിലൂടെ സുപ്രീം കോടതി 9 അംഗ ബെഞ്ച് 3-നെതിരെ 6 പേരുടെ ഭൂരിപക്ഷത്തിൽ ഒരു കൃത്യമായ വിധിന്യായമാണ് പറയുന്നത്. ട്രംപ് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചു. 1977 ആക്ടിൽ നൽകിയതായി പറയപ്പെടുന്ന അധികാരം ഇതിനുള്ള അധികാരമല്ല. ഇങ്ങനെ തോന്നിയതുപോലെ ടാരിഫ് പ്രഖ്യാപിക്കാനുള്ള അധികാരമല്ല. അവിടെ ഒന്നും അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി അഫക്റ്റഡ് ആയിട്ടില്ല. അതിന് പകരമാണ് 1974 ഒരു ലെജിസ്ലേഷൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതനുസരിച്ച് തനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഒരു കോടതിയിലൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് ഒരു പക്ഷേ ട്രംപിൻ്റെ ലീഗൽ അഡ്വൈസേഴ്സ് മുൻകൂട്ടി അദ്ദേഹത്തോട് പറഞ്ഞു കാണാം. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് മെഷേഴ്സ് തീർച്ചയായും ട്രംപ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എത്ര കാലം മുന്നോട്ട് പോകും, ഈ രൂപത്തിൽ എത്ര കാലം മുന്നോട്ട് പോകാനാവും? മറ്റ് രാജ്യങ്ങൾക്കെതിരെ നിരന്തരമായി ഈ ടാരിഫ് പ്രഖ്യാപനത്തിലൂടെ അല്ലെങ്കിൽ മാറ്റിമറിച്ച പ്രഖ്യാപനത്തിലൂടെ എങ്ങനെയാണ് ഒരു സ്ഥിരത നിലനിർത്തുന്നത്? ഒരു കണക്കിൽ പറഞ്ഞാൽ അമേരിക്കയുടെ ആഭ്യന്തരമായ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിക്ക്, ട്രേഡിംഗ് സമ്പ്രദായത്തിന് കുറച്ച് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ ഒരു 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 ഊഴം കാത്തു നിൽക്കുകയായിരുന്നു. അത് കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ഇത് മുൻകൂട്ടി അറിയാനാവാത്ത രീതിയിലാണ് ഇപ്പോൾ ടാരിഫ് പോകുന്നത്. അത് എത്രയോ ഇറക്കുമതിക്കാർക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു ചെറിയ പഴത്തൊലിയിൽ തന്നെയാണ് ട്രംപ് വീണതെന്ന് ഇപ്പോൾ എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ കേസ് ആദ്യം മുന്നോട്ട് കൊണ്ടുപോയത് ഈ പിന്നെ അമേരിക്കയിലെ ഏതോ ഒരു സംസ്ഥാനത്തെ ഒരു ടോയ് മേക്കറാണ്. അപ്പോൾ ഈ ഒരു കളിപ്പാട്ടം ചൈനയിൽ നിന്നും വൻതോതിൽ കളിപ്പാട്ടങ്ങൾ ഇറക്കുമതി, പിന്നെ ഇലിനോയ്സിലെ ഒരു ടോയ് മേക്കറാണ്. അവിടെ നിന്നാണ് 21 സംസ്ഥാനങ്ങൾ, 12 ഡെമോക്രാറ്റ് റൂൾഡ് സംസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ഇത് വലിയൊരു സ്നോബോളിംഗ് ഇഫക്റ്റ് അതിനകത്തുണ്ടായി. അതുകൊണ്ട് അമേരിക്കയിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് വരുന്നു. മിഡ് ടേം ഇലക്ഷൻസ് കം ഇൻ November 2026. നവംബർ 2025 മിഡ് ടേം ഇലക്ഷനിൽ അത്ര ഗുണകരമായ ഒരു വിധിയല്ല, ട്രംപിന് അനുകൂലമായ ഒരു വിധിയല്ല അമേരിക്കൻ കോൺഗ്രസിൻ്റെ സെനറ്റിലെ ഇലക്ഷനിലും ഹൗസ് റെപ്രസെൻറ്റേറ്റീവ് ഇലക്ഷനിലും സംഭവിച്ചത്. സമാനമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ട്രംപിന് സംഭവിക്കുന്നത് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ട്രംപിന് പിന്നീട് മുന്നോട്ടുള്ള പോക്ക് ബുദ്ധിമുട്ടായി വരും. ഇംപീച്ച്മെൻ്റ് അല്ല ഇവിടെ വിഷയം. കാരണം ട്രംപ് എടുക്കുന്ന എക്സിക്യൂട്ടീവ് ഡിസിഷൻസിന് പലതിനും കോൺഗ്രഷണൽ റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്, സെനറ്റോറിയൽ റാറ്റിഫിക്കേഷൻ ആവശ്യമാണ്. ഇതൊന്നും വേണ്ടാതെ സെനറ്റോറിയൽ കർട്ടസിയൊക്കെ പുല്ലുവിലയാക്കിക്കൊണ്ട് ട്രംപ് വെല്ലും ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ആരാണ് തടയിടുക? അവിടെയാണ് അമേരിക്കയുടെ മനോഹരമായൊരു സംവിധാനമുണ്ട്. അമേരിക്കൻ ഭരണഘടന തന്നെ എൻവിസേജ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ ഒരു ഡിവൈസാണ് ചെക്സ് ആൻഡ് ബാലൻസസ്. അവിടെയാണ് എക്സിക്യൂട്ടീവിൻ്റെ എക്സസസിനെ കോടതി കൃത്യമായി ക്ലിപ്പിട്ട് നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ തുടരാനാവില്ല. അത് ലെജിസ്ലേച്ചറിനെ കൂടി കരുതിക്കൊണ്ട് വേണം എക്സിക്യൂട്ടീവ് മുന്നോട്ട് പോകാൻ. അതുകൊണ്ട് ഈ നാഷണൽ പേഴ്സൻ്റെ കൺട്രോള് ലോകത്തെല്ലായിടത്തും, അത് പാർലമെൻ്ററി സിസ്റ്റമാണെങ്കിലും പ്രസിഡൻഷ്യൽ സിസ്റ്റമാണെങ്കിലും, പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള, വരവും ചെലവും തീരുമാനിക്കാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്, ലെജിസ്ലേച്ചറിനാണ്. അത് എക്സിക്യൂട്ടീവ് കാവടന്നെടുക്കുന്നത് ജനാധിപത്യപരമല്ല, അത് ജനങ്ങളോടുള്ള അവഹേളനമാണ് എന്ന ഒരു ലാർജർ സ്പിരിറ്റും കൂടി കോടതി പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ടാണ് അമേരിക്കൻ സിസ്റ്റം കുറച്ചുകൂടെ പ്രെഡിക്റ്റബിൾ ആകും, കുറച്ചുകൂടെ അമേരിക്കയുടെ ബിസിനസ് ചെയ്യാൻ മറ്റു രാജ്യങ്ങൾക്കും കാര്യങ്ങൾ എളുപ്പമാണ്. സിബി സത്യൻ, ഇവിടെ താങ്കൾ പറഞ്ഞു അമേരിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന്, മോദി കീഴടങ്ങുന്നു ട്രംപിന് മുന്നിലെന്ന്. പക്ഷേ ഇവിടെ സമീപകാലത്തുണ്ടാക്കിയ മറ്റ് കരാറുകൾ കൂടി നോക്കണം. അമേരിക്കയുടെ ഈ അധിക ചുങ്കം ഭീഷണി നേരിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞ ഒന്നാണ് യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ. ഞെട്ടിക്കുന്ന ഒരു കരാറായിരുന്നു അത്. ഇപ്പോൾ ഫ്രാൻസുമായി ഉണ്ടാക്കിയ വിമാനങ്ങൾ വാങ്ങുവാനായി ഉള്ള കരാർ, അവിടെയും റഷ്യയെയും അമേരിക്കയും മറികടന്നുകൊണ്ടാണ് അത്തരമൊരു കരാറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ സാധ്യതകൾ ഇന്ത്യ തേടുന്നുണ്ട്. അത് സ്ട്രാറ്റജിക് സാധ്യതകളും അതിൽ വരും. നേരത്തെ ഷാബു ഇവിടെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായിട്ടും മഞ്ജുഷ, ഞാനതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണം ഒരു 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ഇന്ത്യ ഒരു വളർന്നു വരുന്ന ഒരു എക്കോണമിയാണ്. ഇന്ത്യക്ക് അതിന്റെ ആ എക്കോണമിയെ സെക്യൂർ ആക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യ സർക്കാർ അതിനെ പ്രതിജ്ഞാബദ്ധമാണ്. ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തുടങ്ങിയ കരാർ ഈ പറഞ്ഞതുപോലെ 2007 ആരംഭിച്ച് അത് നിരവധി തവണ നിൽക്കുകയും പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് എന്തായാലും ട്രംപിന്റെ അനുഗ്രഹം കൊണ്ട് അവസാനം പൂർത്തീകരിച്ച ഒരു കരാറാണ്. കാരണം ട്രംപ് ഇത്തരത്തിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കരാറ്
ഇപ്പോഴും പൂർത്തീകരിക്കാതെ കിടക്കുമായിരുന്നു. കാരണം ട്രംപിന്റെ ഇന്റർവെൻഷൻ, ഈ താരിഫ് ഇന്റർവെൻഷൻ, വൻതോതിലുള്ള ഈ ഹൈ ഹാൻഡ്നെസ് ഈ യൂറോപ്യൻ യൂണിയനെയും ഇന്ത്യയെയും ഒരുപോലെ ആ കരാറിലേക്ക് എത്താനും എന്തൊക്കെ ഡിഫറൻസുകളുണ്ടോ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോകാനും പ്രേരിപ്പിച്ചു എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ്. അതുപോലെ നിരവധി സ്ഥലങ്ങളിലേക്ക് നിരവധി രാജ്യങ്ങളുമായിട്ട് നിരവധി യൂണിയനുകളുമായിട്ടൊക്കെ ഇന്ത്യ കരാറിൽ ഏർപ്പെടുന്നുണ്ട്. നിരവധി പ്രവിശ്യകളുമായിട്ട് ഏർപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കരാറുകൾ അത്യന്താപേക്ഷിതമാണ്. കാരണം ഗ്ലോബലൈസേഷന്റെ കാലത്ത് ഇമ്പോർട്ടും എക്സ്പോർട്ടും വളരെ ഏറ്റവും വലിയ ടൂൾസ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഗ്രോത്ത് ഓഫ് അവർ എക്കോണമിയിൽ. അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കി എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മൾ ഒരു ഒറ്റ കാര്യം ആലോചിച്ചു, 20 ലക്ഷം ബാരൽ എണ്ണ ഒരു ദിവസം വാങ്ങുകയാണ്. അന്ന് ബ്രെൻഡിന്റെ വില അതിനകത്ത് ഏതാണ്ട് 45% ഡിസ്കൗണ്ടിലാണ് റഷ്യ ഇന്ത്യക്ക് ഇത് വിൽക്കുന്നത്. 45% ഡിസ്കൗണ്ടിൽ. ഈ ഡിസ്കൗണ്ടിൽ വിൽക്കുന്നിടത്തുനിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ നേരെ ഇപ്പൊ 40% റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്ന, ഞാൻ ഈ പറയുന്നത് റോയിട്ടേഴ്സിന്റെ ഡാറ്റയാണ് കേട്ടോ, അല്ലാതെ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ റോയിട്ടേഴ്സിന്റെ ഡാറ്റ അനുസരിച്ച് 20 ലക്ഷത്തിൽ പരം ബാരൽ ഡെയിലി വാങ്ങിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് ജനുവരിയിൽ അത് 11 ലക്ഷമായിട്ട് കുറയുകയും ഫെബ്രുവരിയിൽ അത് 8 ലക്ഷമായിട്ട് കുറയുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് $62 നിന്ന് $35 കുറയ്ക്കുകയാണ്. അപ്പൊ ഇത് മാറിയിട്ട് അതിനകത്ത് ഇത്രയും ബാരൽ 10 ലക്ഷം ബാരൽ പെർ ഡേ മാറുമ്പോൾ ഉണ്ടാകുന്ന ഇന്ത്യയുടെ നഷ്ടം, ഡിസ്കൗണ്ടിൽ ഉണ്ടാകുന്ന നഷ്ടം നിങ്ങൾ ആലോചിച്ചു. റഷ്യ കൊടുക്കുന്ന ആ ഡിസ്കൗണ്ടിലല്ല നമ്മൾ ഒപെക് രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇപ്പൊ ഒപെക് ആണ് ഏറ്റവും വലിയ, ഒപെക് അല്ല, മിഡിൽ ഈസ്റ്റ് ആണ് ഏറ്റവും വലിയ സപ്ലയർ. മിഡിൽ ഈസ്റ്റിന്റെ സപ്ലൈ 55% ഉയർന്നിരിക്കുക. ഈ 55% ഡിസ്കൗണ്ട് ഇല്ലാത്ത ഓയിലാണ്. നമ്മൾ ഡിസ്കൗണ്ടഡ് ഓയിൽ നിർത്തി. എന്തിനാണ് ഡിസ്കൗണ്ട് ഓയിൽ നമ്മൾ നിർത്തിയത്? നമുക്ക് ഏതാണ്ട് 45% ഡിസ്കൗണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം എത്രയോ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് നഷ്ടം വരുത്തിക്കൊണ്ട് നമ്മൾ നിർത്തുകയാണ്. എന്നിട്ട് അതേ സമയം തന്നെ അടുത്ത ആൾ വീണ്ടും പുള്ളി പറഞ്ഞത് എന്താ? നിങ്ങൾ വെനസ്വേലയിൽ നിന്ന് ഓയിൽ വാങ്ങണം. ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിൽ നിന്നുള്ള സപ്ലൈ 10% ഉയർന്നിരിക്കുന്നു. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം, അല്ലല്ല, ഇപ്പോൾ ഈ അധിക ചുങ്കത്തിന്റെ ഭീഷണി ഇല്ലാതെ വരുന്ന ഈ സമയത്ത് ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ഉയർത്തുവാൻ അവിടെ പറ്റും. അപ്പോൾ അല്ല, വ്യാപാര കരാറിലേക്ക് പോയിട്ടില്ലല്ലോ, അല്ലല്ല അതിന് ഒപ്പുവെക്കുന്ന രീതിയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ സുപ്രീം കോടതി, അവിടുത്തെ സുപ്രീം കോടതി ഇടപെട്ടതോടുകൂടി ഇനി കാത്തിരിക്കാം ഇന്ത്യയുടെ അടുത്ത നിലപാട് എന്തായിരിക്കും. പറഞ്ഞതുപോലെ നട്ടലുണ്ട് തെളിയിച്ചതിനെ തുടർന്ന് നമുക്ക് ആക്ച്വലി ഇന്ത്യൻ സർക്കാരിനും അത് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം നിലവിൽ ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഇന്ത്യക്ക് ഇനി എന്തായാലും ചുങ്കം ചുമത്താൻ പറ്റില്ല, അധിക ചുങ്കം ചുമത്താൻ പറ്റില്ല എന്ന് അമേരിക്കൻ സുപ്രീം കോടതി വിധിച്ചു. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് ട്രംപിന് അതിനുള്ള അധികാരമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇനി ധൈര്യമായിട്ട് കരുക്കൾ നീക്കാൻ, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിരിക്കുന്ന വ്യാപാര കരാറിൽ ഇന്ത്യക്ക് പ്രതികൂലമായി വന്ന എല്ലാ സംഭവങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് പിന്മാറാൻ പറ്റും. കാരണം റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കരുത് എന്ന് പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങൾ വാങ്ങിക്കുമെന്നൊരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റും. കാരണം ട്രംപിന് അധിക ചുങ്കം ഈടാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വെനസ്വേലയിൽ നിന്ന് കൂടുതൽ ഓയിൽ നിങ്ങൾ വാങ്ങണം, അത് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യക്ക്. ഷാബു പ്രസാദ്, അങ്ങനെ ഒരു തീരുമാനം വന്നാലേ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണം കിട്ടുകയുള്ളൂ, അവിടെ ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനത്തിന്റെ മുനെ ഒടിക്കുവാനും പറ്റുകയുള്ളൂ. കാരണം അവസരം വന്നിരിക്കുന്നത് ഇന്ത്യക്കാണ്. അത് വീണ്ടും സ്ട്രാറ്റജിക് ആയിട്ട് വിൻ വിൻ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയാൽ പ്രശ്നം വീണ്ടും വഷളാകും. എനിക്കൊരു ചോദ്യമുണ്ട്. ഈ ഇന്ത്യക്ക് വെനിസ്വേലയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്നോ അല്ല റഷ്യയിൽ നിന്ന് മാത്രമേ വാങ്ങാവുന്നോ അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിലുണ്ടോ റഷ്യയിൽ നിന്ന് മാത്രമേ വാങ്ങാവുള്ളൂ അല്ലല്ല ഡിസ്കൗണ്ട്? മഞ്ജുഷേ, അതായത് ഈ ഹെവി റഷ്യയിൽ നിന്നുള്ള ഓയിലിന് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യ മുഴുവനും ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടും നിർത്തിവെച്ച് റഷ്യയിൽ നിന്ന് മാത്രം വാങ്ങണമായിരുന്നല്ലോ. അങ്ങനെ പറ്റില്ല. ഒരേ സമയം മൾട്ടിപ്പിൾ വെൻഡേഴ്സിനെ നിലനിർത്തിയേ പറ്റുള്ളൂ. അത് രാജ്യാന്തര ബന്ധങ്ങളെയും നയതന്ത്ര ബന്ധങ്ങളെയും ഒക്കെ ബാധിക്കുന്നതാണ്. അല്ലാതെ ഇപ്പം റഷ്യയിൽ നിന്ന് 40% ഡിസ്കൗണ്ട് ഉണ്ട്, നമുക്ക് രൂപയിൽ ഇടപാട് നടത്താം, അതുകൊണ്ട് ഇനി ഒപെക് രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാം നിർത്തിയിട്ട് റഷ്യയിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങിയാൽ മതിയാ? അങ്ങനെ പറ്റുമോ? അത് ചുമ്മാ ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളെയും അന്താരാഷ്ട്ര ഇടപാടുകളെയും ഒക്കെ ഈ ചാലക്കമ്പോളത്തിലെ മത്തിക്കച്ചവടം പോലെ കമ്പയർ ചെയ്യരുത്. ഇത് ഓയിൽ ഇമ്പോർട്ട് എന്ന് പറയുന്ന കാര്യം ഇന്ന് ലോകം നിലനിൽക്കുന്നതും ഈ ലോകത്തിന്റെ എക്കണോമി നിലനിൽക്കുന്നതും വലിയൊരളവോളം ഈ ഓയിലിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ബാലൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും അന്താരാഷ്ട്ര ബന്ധങ്ങളും നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള പല തീരുമാനങ്ങളും എടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഈ രീതി പറ്റില്ല. അതുപോലെ ഇവിടെ ട്രംപ് കിടന്നിങ്ങനെ നാക്കിട്ടടിക്കുന്നതല്ലാതെ
ഇപ്പൊ ഇവിടെ സൈമോൻ ആന്റണി നല്ല കൃത്യമായിട്ട് ചോദിച്ച പോലെ ഇന്ത്യ റഷ്യയിൽ നിന്ന് മാത്രമേ എണ്ണ മേടിക്കാൻ പാടുള്ളൂ, വേറൊരിടത്തൊന്നും വാങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നിടത്തൊന്നും. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അവകാശവുമാണ്. ഇത്രയും കാലം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഇത് കഴിഞ്ഞു. ഇവിടെ കിടന്ന് ഇത്രയും കാലം കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഇന്ത്യക്ക് മേലിൽ 50% ഇയാളുടെ ഇതിട്ടു, താരിഫ് ഇട്ടു. ഇന്ത്യ നിർത്തിയോ? റഷ്യയിൽ നിന്നുള്ള ഓയിൽ കൂടുതലും കൂടിയും കുറഞ്ഞും ഇരിക്കും. അവിടെ ബില്യൺ അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്കൗണ്ടിന്റെ വ്യത്യാസം വരുന്ന നഷ്ടമോ അല്ലെങ്കിൽ ലാഭമോ മാത്രം. ഇത് മാത്രമല്ല ലാഭനഷ്ടങ്ങൾ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അങ്ങനെയുള്ള ആ ഒരു നയതന്ത്രത്തിന്റെയും കൂടെ ഭാഗമാണ് ഓയിൽ ഡീലുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഞാനിപ്പോ അതൊന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, അല്ലാതെ ചാലക്കമ്പോളത്തിലെ മത്തിക്കച്ചവടം അല്ല. സിബി സത്യൻ, നയതന്ത്ര ബന്ധങ്ങൾ വേണ്ട എന്നുള്ള നിലപാടാണല്ലോ പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത്. അതല്ല വേണ്ടത്. അങ്ങനെയാണ് മഞ്ജുഷ പറയാൻ പറ്റുന്നത്. ഞാൻ ചോദിച്ചത് ഇപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് GCC കൺട്രീസിൽ നിന്നാണ്, 55%. 2022 മുമ്പും ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് GCC കൺട്രീസിൽ നിന്നാണ്. അതായത് ഇന്ത്യയുടെ ഉപഭോഗത്തിന്റെ ഏതാണ്ട് 50% പരം അവിടെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തുനിന്നും ഇന്ത്യ വാങ്ങിക്കുന്നു. അത് ഒരു ബാലൻസ് ആയിട്ട് നടത്തുന്നു. കാരണം ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് ശ്രീ സാഹുപ്രസാദ് പറഞ്ഞ ആ ഒരു സംഭവത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ഉണ്ടാവുകയും അവിടെ നിന്നുള്ള എണ്ണ വരവ് ബാധിക്കുകയും അല്ലെങ്കിൽ നിർത്തലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് വളരെ തന്ത്രപരമായ ഒരു കാര്യം തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞ ഈ 55% GCC നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നേരത്തെ 40 റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അതിപ്പോ 55 GCC നിന്നായി. അപ്പം നമ്മൾ രാജ്യ താല്പര്യം നോക്കുന്നില്ല. 2022 ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ടഡ് റേറ്റിൽ എണ്ണ വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് ശ്രീ ഷാഹു പ്രസാദ് അടക്കമുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ അന്ന് നെഞ്ചുവിരിച്ച് പറഞ്ഞു, രാജ്യ താല്പര്യത്തിന് വേണ്ടി ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും ഡിസ്കൗണ്ടഡ് ആയ പലിശ ഞങ്ങൾ എണ്ണ വാങ്ങിക്കുന്നു, ഇത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പൊ അദ്ദേഹം പറയുന്നത് അത് സാരമില്ല, ഡിസ്കൗണ്ട് പോയാലും വേണ്ടിയില്ല, നമുക്കിപ്പോ അന്താരാഷ്ട്ര ബന്ധങ്ങളാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനെ മുന്നിൽ മുട്ടുമടക്കി ഇതിന്റെ ന്യായീകരണം മാത്രമാണ്. അല്ല അതിനകത്ത് കഴമ്പുള്ള കാര്യമല്ല. അങ്ങനെ കഴമ്പുണ്ടെങ്കിൽ 2022 ഇല്ലാത്ത കഴമ്പ് ഇപ്പൊ എങ്ങനെയാണ് വന്നത്? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ട്രംപ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് മുന്നിൽ വളരെ കൃത്യമായ ഐഡിയ ഉണ്ട്. കാരണം അമേരിക്കൻ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയും താരിഫ് ഏർപ്പെടുത്താനുള്ള അധികാരം ഇല്ല എന്നുള്ളത്. അപ്പം ഇന്ത്യക്ക് ചെയ്യാവുന്നത് തിരിച്ച് സീറോ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചു കൊടുത്ത ഒരു സാധനം ഇന്ത്യക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റാനുള്ള ധൈര്യവും കരുത്തും ആർജവും ഇന്ത്യൻ ഭരണാധികാരികൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതായത് അമേരിക്കയിൽ നിന്ന് ട്രംപ് പറഞ്ഞു 18% ഞങ്ങൾ ഏർപ്പെടുത്തും, 0 നിങ്ങൾ ഏർപ്പെടുത്തിക്കൊള്ളണം. അത് വലിയ ഡിസ്കഷനാണ്. ഇന്ത്യയിൽ അത് വലിയ ഡിസ്കഷനാണ് കേട്ടോ. കാരണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ നികുതിയില്ലാതെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ 25 നിന്ന് കുറച്ചാലും 18, 18 നിന്ന് കുറച്ചാലും 10, ഇനി 10 നിന്ന് കുറച്ചാലും 3.5 അല്ലെങ്കിൽ 3% വരെ അത് 0-ലേക്ക് എത്തുന്നില്ലല്ലോ എന്നാണ്. മഞ്ജുഷ എനിക്ക് 2 ക്വിക്ക് കമന്റ് പറയാനുണ്ട്. ഒന്ന്, ഷാഹു പ്രസാദ് പറഞ്ഞതിന്റെ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട്. പിന്നെ ഓയിൽ ഒരു മേജർ പ്ലെയർ ആണ് വേൾഡ് ഇക്കണോമിയിൽ. എന്നാൽ അത് 3 തൊട്ട് 5% വരെയേ ഉള്ളൂ, അല്ലാണ്ട് 20%, 50% ഇല്ല എന്നുള്ള ഒരു ഫാക്ട് ഉണ്ട്. അതൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തേത്, നമ്മൾ ഈ ഒരു കാരണം കൊണ്ടിട്ട് ഇനി അമേരിക്ക മൊത്തത്തെ ഇന്ത്യക്ക് മേളിൽ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കീഴടങ്ങിക്കൊണ്ടിട്ട് 0% അംഗീകരിക്കും എന്നുള്ള ഒരു മൂഢ സ്വർഗത്തിലേക്ക് പോകരുത് എന്ന് ഞാൻ പറയുന്നത്. ബി റിയലിസ്റ്റിക്. കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിൽ ഇന്ത്യയുമായിട്ട് പറയുവാണെങ്കിൽ 50 ബില്യൺ അല്ലെങ്കിൽ 47 to 55 ബില്യൺ ട്രേഡ് ഡെഫിഷ്യൻസി ഉണ്ട് എന്നുള്ള കാര്യം ഒരു ഫാക്റ്റ് ആണ്. അപ്പൊ അതിനെ റിക്കവർ ചെയ്യാനായിട്ട് അമേരിക്ക എക്സ് വഴി അല്ലെങ്കിൽ വൈ വഴി അല്ലെങ്കിൽ സി വഴി അവർ എന്തെങ്കിലും മറു സ്ട്രാറ്റജി കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിയെ ധിക്കാരമായിട്ട് കാണുകയോ അല്ലെങ്കിൽ ഇന്ത്യ മുട്ടുമുടക്കാൻ അങ്ങനെ ചിന്തിക്കേണ്ട. കാരണം അതൊരു റിയാലിറ്റി ബേസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഈ ടാരിഫിന് ഇത്രയൊരു ട്രാക്ഷൻ വന്നത്? കാരണം അമേരിക്കയ്ക്ക് ഒരു ഡെഫിഷ്യൻസി ഉണ്ട്, ഇന്ത്യയുമായിട്ടുണ്ട്, കാനഡയുമായിട്ടുണ്ട്, യൂറോപ്യൻ യൂണിയനുമായിട്ട്. അതൊരു ഫാക്റ്റ് ആണ്. അപ്പൊ ആ ഫാക്റ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റ്സും അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുണ്ട്. എന്നാൽ ട്രംപ് തെരഞ്ഞെടുത്ത വഴി തെറ്റിപ്പോയി എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വഴി തെറ്റിയെങ്കിൽ വേറൊരു വഴിയും ഇല്ല, വേറൊരു മാർഗവും ഇല്ല എന്ന് നമ്മൾ കരുതുന്നത് തെറ്റായിരിക്കും. അത് അപ്പോൾ ഇനി വരാൻ പോകുന്ന നെഗോഷിയേഷൻ വരുവാണെങ്കിൽ അമേരിക്ക മൊത്തം മുട്ടുവാണെങ്കിൽ ഇന്ത്യയുടെ മുന്നിൽ യാചിക്കുന്ന സിറ്റുവേഷൻ വരും എന്ന് നിങ്ങൾ അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഓണസ്റ്റ്ലി ഡിസഗ്രി. ഞാൻ പറഞ്ഞ ശ്രീ സജിമോൻ ആന്റണി പറഞ്ഞ പോയിന്റോട് വളരെ, കാരണം കോടതി ഇപ്പോഴും പറഞ്ഞത് ഇത് തീരുമാനിക്കാനുള്ള അവകാശം പാർലമെന്റിനാണെന്നാണ്. ഇപ്പൊ പാർലമെന്റ് നാളെ 25% നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചാൽ പാർലമെന്റ് ഏർപ്പെടുത്താൻ കഴിയും. കോടതിക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റില്ല, അതിനെ മാറ്റാൻ പറ്റില്ല, നള്ളിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് അങ്ങനെ നിലനിൽക്കെ തന്നെ നമുക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. അതായത് അമേരിക്ക അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസൃതമായിട്ട് മാത്രമേ ഈ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ.
എന്നുള്ളതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ പോയിന്റ്. അത് വളരെ പോസിറ്റീവാണ്. കാരണം നമുക്ക് നാളെ നമ്മുടെ കയ്യിൽ, അതായത് ട്രംപ് എന്ന് പറയുന്ന ഒരു ഒറ്റയാൾക്ക് നാളെ ഈ കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മിനിമം അറിവ് ഇപ്പൊ നമുക്കുണ്ട്. ആ ശക്തിയിൽ, ആ അറിവ് എന്ന് പറയുന്നത് വലിയ ശക്തിയാണ്. കാരണം നമ്മൾ പറയുകയാണ്, ഓക്കെ, ഞങ്ങൾ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ 0 എന്ന് പറയുന്ന താരിഫ് ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ 0 ആണെങ്കിൽ നിങ്ങൾ 0 ആവണം എന്ന് പറയുന്ന ഒരു പോയിന്റ് മുന്നോട്ട് വെക്കാൻ പറ്റും. അല്ലാതെ ഞങ്ങൾ 5% ഞങ്ങൾ 10%, അത് നടക്കില്ലല്ലോ സജിമോൻ. അത് സിബി അതിന്റെ മറുപടി ഇതാണ്. ഈ 50 ബില്യന്റെ ഡെഫിഷ്യൻസി ഉള്ളിടത്തോളം കാലം അമേരിക്ക ഹാവ് ദ റൈറ്റ് ടു ബ്രിങ് അപ്പ് എനി അതർ ഓൾട്ടർനേറ്റീവ് റൂട്ട്സ്. അപ്പൊ അത് വരുമ്പോഴത്തേക്കും അത് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ഒരിക്കലും ഒരു 0 ഒരു പ്രതിഭാസത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു ഇന്ത്യക്കാരനാണ്, ജന്മം കൊണ്ട് മുമ്പേ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് മുൻകൈ കിട്ടിക്കോട്ടെ. പക്ഷെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം. നമ്മുടെ ഒരു ലീനിയൻസി അല്ലെ ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ വെച്ചോണ്ടായിരിക്കും. മറു സ്ട്രാറ്റജി അമേരിക്ക കൊണ്ടുവരും. ഒക്കെ ആയിട്ട് വന്ന് 150 ദിവസത്തെ ഇത് വെച്ചിട്ട് ട്രംപ് ഒന്ന് ഈൽഡ് ചെയ്തു ഡെമോക്രാറ്റുമായിട്ട്. അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയാണ് നാളെ ലോകരാഷ്ട്രങ്ങൾക്കുമായിട്ട് 10% ആവട്ടെ, അല്ലെ 20% ആവട്ടെ, അല്ലെ 30% ആവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ച് ഇന്ത്യയുടെ അടുത്ത് വന്നാലും, അല്ലെ കാനഡ എടുത്ത് പോയാലും, അല്ലെ ചൈനയുടെ അടുത്ത് പോയാലും ഇരിക്കും ആ ഒരു സിറ്റുവേഷനിൽ. ആ ഒരു സിറ്റുവേഷനിൽ അമേരിക്കക്ക് 100% എഡ്ജ് കിട്ടും. കാരണം ട്രംപിന്റെ മാത്രമല്ല, അമേരിക്കൻ ഭരണകൂടം മൊത്തം US കോൺഗ്രസും സെനറ്റും ഉൾപ്പെടെയുള്ള മറ്റ് ബോഡികളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കാൾ ഒരു വേഴ്സ് സിനറി ആയിരിക്കും ലോകരാഷ്ട്രം. എന്ന രീതിയിലാണ് ഇന്ത്യയുടെ ആദ്യ പ്രതികരണം. പഠിക്കട്ടെ. നടക്കുകയാണെങ്കിൽ എനിക്കൊരു സംശയം സാറേ, ഒരു സെക്കൻഡ്, എനിക്ക് സജീവനോട് ഒരു സംശയം ചോദിക്കാനുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒന്നിച്ച് ഇതുപോലൊരു സംഭവം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ ഉയർന്ന താരിഫ് ലോകം മൊത്തം ഏർപ്പെടുത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇന്നത്തെ ഇല്ലിനോയ്സ് ഗവർണർ ട്രംപിന് എഴുതിയ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ആത്യന്തികമായിട്ട് ഈ താരിഫ് വർധനയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം താങ്ങേണ്ടി വന്ന ആരാണ്? അമേരിക്കൻ ജനതയല്ലേ. കാരണം ബാക്കിയുള്ള ലോക രാഷ്ട്രങ്ങളിലെ ബാക്കിയുള്ള ലോക രാഷ്ട്രങ്ങളിലെ മുഴുവൻ എക്സ്പോർട്ടേഴ്സിനുമായിട്ട് ഇത് ചിതറിപ്പോവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അവർക്കുള്ള ഈ താരിഫുകൾ, അതായത് ഈ താരിഫിന്റെ ബ്രണ്ട് അല്ലെങ്കിൽ അത് ബെയർ ചെയ്യുന്നത് ബ്രസീലിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സ്, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സ്, ചൈനയിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സ്, യുവിൽ നിന്നുള്ള എക്സ്പോർട്ടേഴ്സ്, അങ്ങനെ ലോകം മൊത്തമുള്ള എക്സ്പോർട്ടേഴ്സ് ഒന്നിച്ചാണ്. പക്ഷെ ഇതിന്റെ എല്ലാം താങ്ങുന്നത്, അതായത് ആത്യന്തികമായിട്ട് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ആരാണ്? അമേരിക്കൻ ഹൗസ് ഹോൾഡ്സ് ആണ്, അല്ലേ? അപ്പൊ അമേരിക്കൻ ഹൗസ് ഹോൾഡ്സിന് ഒരു മാസം $1700 ശരാശരി വർധനവ് ഈ താരിഫ് കൊണ്ട് മാത്രം ഉണ്ടായി എന്നാണ് ഇല്ലനോയ്സ് ഗവർണറുടെ ഇന്നത്തെ കത്ത് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അമേരിക്കൻ ജനതയെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും തള്ളിയിടുന്ന പോലുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റുകളും കൈകോർത്ത് ഒന്നിച്ച് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന് അത് കുറച്ച് അസംഭാവ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയില്ല, മിസ്റ്റർ സജീവനാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതിന്റെ മറുപടി ഇതാണ്, അമേരിക്കൻ ജനത അതിന്റെ ടാക്സ് ബിയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡയറക്റ്റ് ഗുണഭോക്താവാണ് ഞാൻ. അല്ല, ഗുണഭോക്താവല്ല, അതിന്റെ ഒരു വിക്ടിമാണ് ഞാൻ. കാരണം എനിക്കൊരു ചെറിയ കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്, MSP. ഞാൻ ഓരോ തവണ ഓർഡർ കൊടുക്കുമ്പോൾ ഈ ഒരു ടാരിഫിന്റെ സമയത്ത് ഞാൻ ഇന്നലത്തെ ചർച്ചയിലാണ് എനിക്ക് ഒന്ന് ഫോണിൽ ഞാൻ എടുത്ത് കാണിച്ചു. ഇവിടെ ബില്ലടിച്ച് വരുന്നത് എന്നാണെന്നറിയോ? അതിന്റെ ബോൾഡ് റെഡ് ലെറ്ററിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്നത്തെ ടാരിഫ് റേറ്റ് അനുസരിച്ചായിരിക്കും ഫൈനൽ പ്രൈസ് ഡിസൈഡ് ചെയ്തത്. വിച്ച് മീൻസ് ഞാൻ $1,00,000 പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 20% ടാരിഫ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1,00,000 പകരം 1,20,000 രൂപ ഞാൻ കൊടുക്കണം. അത് എന്റെ പൈസയാണിത്. സോ ആസ് എ അമേരിക്കൻ സിറ്റിസൺ, അല്ലെ അമേരിക്കൻ ഗുണഭോക്താവ് എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് സുപ്രീം കോടതി വിധി താങ്കൾക്ക് ഗുണകരമാണ്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ചർച്ചയാകുന്നുണ്ട്. റീഫണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം പോലും ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. റീഫണ്ട് ഉണ്ടാവുമോ ഈ കാലയളവിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അമേരിക്കക്കാരുടെ നിന്ന് പോയിച്ചിട്ട് എക്സ്പോർട്ടേഴ്സിന്റെ മേളിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പൊ പഴുതുകൾ അടയ്ക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അഡ്മിനിസ്ട്രേഷന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം. ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റും. റിപ്പബ്ലിക്കൻ ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ട്രംപിന് അനുകൂലമായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു ബില്ല് US കോൺഗ്രസിൽ പാസ്സാവാനുള്ള പോസിബിലിറ്റി 0 ആണ്. ശരി ഷാബു. മഞ്ജുഷേ, ഇപ്പൊ ഇവിടെ ഇവര് പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്. ഇനിയിപ്പോ ഈ ടാരിഫ് 0 5% 50% 500% ഇത് അഫക്ട് ചെയ്യുന്നത് ഈ സജിമോൻ ആന്റണിയെ പോലെയുള്ള അമേരിക്കൻ പൗരന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ഈ ടാരിഫ് ഒരു 80% ടാരിഫ് അടിച്ച സമയത്ത് പോലും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിക്ക് കാര്യമായ കുറവുകളൊന്നും ഉണ്ടായിരുന്നില്ല.
ഇവിടെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും. കാര്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങണം. ഇപ്പൊ ഇതേപോലുള്ള അവിടെ വലിയൊരു ഇന്ത്യൻ സമൂഹമുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തന്നെ വാങ്ങി ശീലിച്ച അമേരിക്കക്കാരൻ കൂടുതൽ ടാരിഫ്, കൂടുതൽ ടാക്സ് കൊടുത്ത് അത് തന്നെ വാങ്ങും. അല്ലാതെ പെട്ടെന്ന് ഇത് ഒരു സുപ്രഭാതത്തില് പെട്ടെന്നൊരു താരിഫ് വന്നെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ശീലങ്ങൾ മാറ്റാൻ ആർക്കും നമുക്കാണേലും പറ്റില്ല, അമേരിക്കക്കാർക്ക് പ്രത്യേകിച്ചും പറ്റില്ല. ഇത് ആത്യന്തികമായിട്ട് അമേരിക്കക്കാരെ തന്നെ ഇത് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കാത്തിരുന്നതും നിശബ്ദമായിട്ട് കാത്തിരുന്നത്. ഇതിലേക്ക് ഈ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തും. അവസാനം ഈ ട്രംപിന് കീഴടങ്ങേണ്ടി വരും. ട്രംപും കീഴടങ്ങേണ്ടി വരും. അതിപ്പോ സുപ്രീം കോടതി ഇടപെട്ടത് ഒരു നിമിത്തമായി എന്ന് മാത്രം. അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. കാരണം അമേരിക്കയിൽ നിന്നുള്ള പ്രഷർ അയാളുടെ മേളിൽ നല്ലതുപോലെ ഉണ്ട്. കാര്യം അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഷാബ് സാറേ, ഇന്ത്യയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ കാച്ചിലും ചേമ്പും പച്ചക്കറികളും ഒക്കെ ആണെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ സ്റ്റീലും സിമെന്റും ഇതൊക്കെ ഏത് രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്താലും ഒരുപോലെ അല്ലേ? ഇന്ത്യൻ സിമെന്റിന് പ്രത്യേകതയൊന്നും ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ്. അതിന് ടാരിഫ് ഇല്ല. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഏറ്റവും വലിയ കയറ്റുമതികൾ ഒന്ന് ഈ പറഞ്ഞ പോലെ എസൻഷ്യൽ ഗുഡ്സ്, ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. അതിൽ ഈ ടാരിഫ് വരുന്നില്ല. ടാരിഫ് വന്ന ഏതിനാണ്? ടെക്സ്റ്റൈൽസിനാണ് ഏറ്റവും പ്രധാനമായി. ടെക്സ്റ്റൈൽസ്, അതേപോലെ തന്നെ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയാണ്. ചെമ്മീനും മാന്തയൊക്കെയാണ്. അത് ഇന്ത്യൻ ചെമ്മീൻ ഉപയോഗിച്ച് ശീലിച്ച അമേരിക്കക്കാരൻ അവൻ കൂടുതൽ കാശ് കൊടുത്ത് തന്നെ മേടിക്കും. ശരി, ഇനി അത് 10%. ഇപ്പോഴത്തെ നിലയിൽ 10%-ലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, എന്തായാലും ആകെ പറയുമ്പോൾ കോടതി വിധി ഇന്ത്യക്ക് ഗുണമാണുള്ളത് അല്ലെ? ഗുണമായി വരുന്നു, ആത്യന്തികമായി ഗുണമായി വരും. പ്രൊവൈഡഡ് ഇന്ത്യ നെഗോഷിയേറ്റ്സ് ബ്യൂട്ടിഫുള്ളി വിത്ത് അമേരിക്ക. ഈ ഒരു മാസം നിർണായകമാണ്. ഇപ്പോൾ ഇത് ഫെബ്രുവരി മാസം അവസാനിക്കാറാകുന്നു. മാർച്ച് മാസം 15-നുള്ളിൽ ഒരു ഇടക്കാല കരാർ സാധ്യമാകുമെന്നാണ്. അപ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന അനുകൂല അന്തരീക്ഷം അത് ട്രംപിനും ഇന്ത്യയോട് ചെറിയ ഗുഡ്വിൽ ഉണ്ട് ഇപ്പോൾ. കാരണം ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യാൻ വില്ലിങ് ആയല്ലോ, ഒരു കരാറിനുള്ള താല്പര്യം കാട്ടിയല്ലോ. അപ്പോൾ ആ ഒരു ഗുഡ്വില്ലുണ്ട്, ഒരു വ്യക്തിപരമായിട്ട് ഗുഡ്വില്ലുണ്ട്. അത് ട്രംപ് പറയുന്ന പോലെ ട്രംപ് മോദി, അത് ട്രംപ് പറയുന്നത് എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന നയം അടിയറ വയ്ക്കാതെ ഏതെങ്കിലും രാജ്യത്തിന് അനുകൂലമായോ ട്രംപ് എന്ന വ്യക്തിയുടെ മുമ്പിലോ അടിയറ വയ്ക്കാതെ കൃത്യമായ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് അമേരിക്കയുടെ തന്നെ നിയമങ്ങളനുസരിച്ച് ട്രംപിന് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകാനാവില്ല. അമേരിക്കൻ കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനല്ല ട്രംപ്. ഇപ്പോൾ ആ ഒരു ബോധ്യം ഇന്ത്യക്കുണ്ട്. അതൊരു സ്ട്രെങ്താണ്. നെഗോസിയേഷൻ വേണ്ടത് മറുപക്ഷത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവാണ്. അതുകൊണ്ട് ട്രംപിന് ഇഷ്ടാനുസരണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് ചില അന്താരാഷ്ട്ര മര്യാദകൾ പാലിക്കാൻ അമേരിക്ക നിർബന്ധിതരാകും എന്ന ഒരു ബോധ്യത്തിൽ ഇന്ത്യക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായും ഈ 18% എന്നത് ഉറപ്പിച്ചങ്ങ് പറയേണ്ട കാര്യമൊന്നുമില്ല. അതിനേക്കാൾ മുൻകൂട്ടി എൻ്റെ ഒരു ചിന്ത ഇതാണ്, ആ നെഗോസിയേഷൻ പോയിൻ്റ് വീണ്ടും തിരിച്ചു വന്നുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ട്രംപ് അധികാരം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടായിരുന്ന 3%, ആ ശതമാനം ബെഞ്ച് മാർക്കായി എടുത്തുകൊണ്ട് അത് MFN, അത് WTOയുടെ റെഗുലേഷൻ അനുസരിച്ചുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ എഗ്രിമെൻ്റ് അനുസരിച്ചുള്ള ടാരിഫാണ്. അവിടെ നിന്നും എത്രത്തോളം ഏതെല്ലാം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാം അത് സമഗ്രമായി ഒരിക്കൽ കൂടി റീനെഗോഷിയേറ്റ് ചെയ്യേണ്ട ഫ്രെയിംവർക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ഐറ്റംസ് ഒഴിവാക്കാനൊക്കെ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി അതിനകത്ത് വരുത്താൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് 18% എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കിൽ കോടതിയുടെ തീരുമാനമനുസരിച്ച് ഈ 18% പോലും വളരെ കൂടുതലാണ്. അത് കുറച്ചു കൊണ്ടുവരാൻ ലഭിക്കുന്ന അക്രോസ് ദ ഫ്രോണ്ടിയർ അല്ലായെങ്കിൽ പോലും ചില കാര്യങ്ങൾക്കെങ്കിലും കുറച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി ഇന്ത്യക്ക് മുമ്പിൽ തുറന്നു കിട്ടിയെന്നാണ് തോന്നുന്നത്. നന്ദി ശ്രീ മോഹൻ വർഗീസ്, ശ്രീ ഷാബു പ്രസാദ്, ശ്രീ സജിബ് ആന്റണി, ശ്രീ സിബി സത്യൻ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ട്രംപിനെതിരായ കോടതി വിധി ഇന്ത്യക്ക് ഗുണമാണെന്ന് 80% പ്രേക്ഷകർ, അല്ല എന്ന് 16%.